വാസുവിന് പണി അയ്യപ്പൻ നേരിട്ട് കൊടുത്തതാണ്. ശബരിമല കൊള്ളയിൽ കൂട്ടുപ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും വ്യക്തമായ തെളിവുകളോടും എന്ത് നാണക്കേടാണെന്ന് നോക്കിയേ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലെ പ്രധാന ദൈവത്തിന്റെ സ്വത്താണ് ഇവർ കട്ടെടുത്തിരിക്കുന്നത്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തച്ചുടച്ച ഇത്തരക്കാർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം. നമസ്കാരം. കൊടുത്താൽ പണി ശബരിമലയിലും കിട്ടും എന്ന് മനസ്സിലായില്ലേ മിസ്റ്റർ വാസു? കർമ്മ അത് ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർക്കേണ്ടതാണ്. വാസുവിന് പണി അയ്യപ്പൻ നേരിട്ട് കൊടുത്തതാണ്. ശബരിമല കൊള്ളയിൽ കൂട്ടുപ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും വ്യക്തമായ തെളിവുകളോടും മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്യുകയുണ്ടായി. ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഉന്നതൻ അറസ്റ്റിലാകുന്നത്. കട്ടിള കൊള്ളയിൽ കൂട്ടുപ്രതികൾക്ക് ഒത്താശ നൽകി എന്നതാണ് വാസുവിനെതിരെയുള്ള കേസ്. എന്ത് നാണക്കേടാണെന്ന് നോക്കിയേ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലെ പ്രധാന ദൈവത്തിന്റെ സ്വത്താണ് ഇവർ കട്ടെടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും വരെ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ കള്ളനാകുന്നത് ഒരു നല്ല കാര്യം തന്നെ. എന്നാലും വാസു, താങ്കൾ ഇത്രയ്ക്കും അധപ്പതിച്ചു പോയോ? ഒട്ടും തന്നെ നിലവാരമില്ലാത്ത ഒരു കൊള്ളക്കാരന്റെ കീഴിലായിരുന്നു നമ്മുടെ ദേവസ്വം ബോർഡ് എന്ന് ഓർക്കുമ്പോൾ തികച്ചും നാണക്കേടാണ് തോന്നുന്നത്. കഷ്ടം. താങ്കൾക്ക് മോഷ്ടിക്കാൻ അയ്യപ്പന്റെ സ്വർണമേ കണ്ടുള്ളൂ. താങ്കളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഭഗവാന്റെ വസ്തുവകകൾ സ്വന്തം ഇഷ്ടപ്രകാരം കട്ടെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? കേരളത്തിലെ ജനങ്ങളെ ഒരു പക്ഷേ നിങ്ങൾക്ക് മണ്ടന്മാരാക്കാം. പക്ഷേ അയ്യപ്പനെ പറ്റിക്കാൻ നോക്കിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിയുടെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിക്കുകയും ആ കാലഘട്ടത്തിൽ പുനർനിർമ്മാണത്തിന് എന്ന പേരിൽ കട്ടിളകൾ ഇളക്കാനും സ്വർണം പൊതിഞ്ഞ കട്ടിളകളെ സ്വർണം എന്നത് ചെമ്പെന്ന് രേഖ എഴുതി ഉണ്ടാക്കുകയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടപെടുകയും ഉണ്ടായി. അങ്ങനെ വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് വാസുവിനെതിരെ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിൽ കൂട്ടുപ്രതികൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കണേ, ഈ മോഷണം കാലാകാലം നടത്തുന്നതിനാകാം ഈ രേഖ ചമയ്ക്കലൊക്കെ. ഇത് മാത്രമല്ല, മേൽക്കൂര ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞ് മേൽക്കൂര പൊളിക്കാൻ ഒരു ശ്രമവും നടന്നിരുന്നു. എന്തോ കാരണം കൊണ്ട് അന്ന് അത് നടന്നില്ല. ഒരു പക്ഷേ അയ്യപ്പൻ നടത്തിക്കാണില്ല. സ്ത്രീകളെ മലകയറ്റുന്നതിൽ പിണറായിക്കൊപ്പം നിന്ന ഒരാൾ കൂടിയാണ് ഈ ആനക്കള്ളൻ വാസു. വിശ്വാസികളുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തച്ചുടച്ച ഇത്തരക്കാർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം. മാത്രമല്ല, ഈ ആളിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ വഴിപാട് പണം പോക്കറ്റിലാക്കുന്നു, പോലീസ് ഭക്തരോട് മോശമായി പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പോൾ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നിരിക്കുന്നത്. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. മന്നത്തു പത്മനാഭനും ശ്രീനാരായണ ഗുരു തുടങ്ങിയ മഹത് വ്യക്തികൾ ഇരുന്ന കസേരയിൽ ഇരുന്നാണ് ഇയാൾ ഈ കള്ളങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. ശ്രീ MV ഗോവിന്ദൻ സഖാവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അയ്യപ്പന്റെ സ്വർണം ആരാണ് കട്ടതെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും അവർ ആരായിരുന്നാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് വേണ്ടി പാർട്ടിയോ സർക്കാരോ ഇടപെടില്ലെന്നും പറയുകയുണ്ടായി. ഞങ്ങൾ ജനങ്ങൾ ആ വാക്ക് അത് വിശ്വസിക്കുന്നു. കാരണം ഈ പ്രതി എന്ന് പറയുന്ന കൊള്ളക്കാരനായ എൻ വാസു സർക്കാരിൻ്റെ പ്രിയപ്പെട്ടവനാണ്. ആ കാരണം കൊണ്ട് തന്നെ കൊള്ളയ്ക്ക് സർക്കാരുമായി എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്നും തോന്നും. എങ്കിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ സംരക്ഷണം ഏറ്റെടുക്കരുത്. അതാണ് വേണ്ടത്. കഴിവുള്ളവർ വരട്ടെ, ഭരിക്കട്ടെ.